ആരോ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. It's a surprise. സർപ്രൈസ് ഫോർ ഹോം? For both of us. എന്താ ആളുടെ പേര്? Rajiv. Hi, I'm Rajiv. Nikhil, please. Thank you. Anything else, sir? So how about you? No, thanks. Okay. So what's the matter? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്റെ കാമുകിയായിരുന്നു. So what? I'm going to marry her. Any problem? Yes. Please see this photograph. ഇത് നിങ്ങൾ ഒരുമിച്ചുള്ള 1-2 ഫോട്ടോസ്, പിന്നെ ബാക്കിയുള്ളത് അവളുടെ സോളോ ഫോട്ടോസ്. ഇതൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ കരുതി നല്ല പ്രൈവറ്റ് ഫോട്ടോസും ആയിരിക്കും. ഇതൊരു മാതിരി ക്ലീശ ഏർപ്പാടാണ്. ഒരു പെൺകുട്ടിയെ പ്രേമിക്കുക, എന്നിട്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് അവളുടെ പിറകെ നടക്കുക, അവൾക്ക് വരുന്ന നല്ല അലയൻസുകളെല്ലാം മുടക്കാൻ നോക്കുക. സീ മിസ്റ്റർ, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. എനിവേ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിഗ് ഹർ പാസ്റ്റ്. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്ക്. ഇത് 2009 എടുത്ത ഫോട്ടോ. അന്ന് കോളേജിൽ ഒരുത്തരും മൈൻഡ് ചെയ്യാത്ത കൂതറ പീസായിരുന്നു അവൾ. എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യായിരുന്നു. അന്നത്തെ എന്റെ മണ്ടത്തരത്തിന് ഞാനും പെട്ടുപോയി. ഇത് 2011 ഫോട്ടോ. അന്ന് അവൾക്ക് വെളിപാടുണ്ടായി. അവളുടെ പഴയ ഹെയർ സ്റ്റൈല് പുതിയ മുഖത്തിന് ചേരില്ലാന്ന്. മുടി സ്ട്രെയിറ്റൻ ചെയ്യണം. 2 വർഷം കഴിഞ്ഞപ്പോ ആ നീട്ടിയ മുടി ചുരുട്ടണം. ഇതല്ലേ കുറച്ച് ഭംഗി? എന്നെ കൊണ്ട് നടന്ന് ഇവള് വേഷ തിന്ന് മുടിപ്പിച്ചു. പിന്നെ അവള് ബർഗറെ കഴിക്കും, അതും KFC. അതിന്റെ സ്നാപ്പ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് 1500 ലൈക്ക്, അതും എന്റെ ചെലവിൽ. ഇങ്ങനെ ഇരുന്ന ഇവളെ ഇങ്ങനെ ആക്കി എടുത്തത് ഞാൻ. അപ്പോഴേക്കും നിന്നെ പോലുള്ളമാര് UK US കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരും കേട്ടാൻ. കെട്ടിക്കോ, ഈ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തിട്ട്. അല്ലാതെ നീ ഇവിടെ നിന്ന് പോവില്ല. സാറേ, ഈ മാടത്തിനെ കെട്ടാൻ പോണ് സാറാണല്ലേ? ഇത് കുറെ ചെലവാകുമല്ലോ. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടാൻ നിന്റെ വീട്ടിൽ ഞാൻ തകർക്കും. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും.